നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ രാഷ്ട്രീയ അടിത്തറ പോറലേൽക്കാതെ ശക്തിപ്പെട്ടു നിൽക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വർഗീയ ശക്തികൾ ഒപ്പമുണ്ടായിരുന്നിട്ടും UDFന് വോട്ട് കുറഞ്ഞു. സ്വരാജിനെതിരെ പ്രതിപക്ഷവും ഒരു വിഭാഗം ആളുകളും പ്രവർത്തിച്ചതായും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. 3 ദിവസങ്ങളിലായി ചേർന്ന CPIMന്റെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിശദമായി തന്നെ വിശകലനം ചെയ്തു. LDFന് മണ്ഡലത്തിലുണ്ടായിരുന്ന അടിത്തറ 40,000 വോട്ട് എന്നത് 66,667 വോട്ടാക്കി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതേസമയം UDF ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കി. SDPIയുടെയും BJPയുടെയും വോട്ടുകൾ വാങ്ങി. പക്ഷേ എന്നിട്ടും കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ നേടാനായില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. നിങ്ങൾ ഉൾപ്പെടെ പലരും ഭരണവിരുദ്ധ വികാരം അതാണ് പ്രതിഫലിച്ചത് എന്നൊക്കെ മാധ്യമങ്ങളും UDFും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം യഥാർത്ഥത്തിന് നിരക്കുന്നതല്ല എന്ന് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ വർഗീയ ശക്തികളും കൂടി ചേർന്നിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് പോലും നിലനിർത്താൻ അവർക്കായിട്ടില്ല എന്നുള്ള നല്ല പിന്നോക്കം പോക്ക് UDFന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ പോറലേൽക്കാതെ ശക്തിപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. സ്വരാജ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മണ്ഡലവും കേരളവും അംഗീകരിച്ചു. പക്ഷേ ഒരു വിഭാഗം ആളുകളും പ്രതിപക്ഷവും സ്വരാജിനെതിരെ വ്യക്തിപരമായി പ്രവർത്തിച്ചതായി ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. എന്നാൽ ചില ബുദ്ധിജീവികളും UDFും എടുത്ത നിലപാട് വളരെ വിചിത്രമാണ്. നിലമ്പൂരിൽ എടുത്ത നിലപാട് വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത് മഹാ അപരാധമാണ് എന്ന നിലയിൽ UDFും ഞാൻ ഈ പറഞ്ഞ വിഭാഗം ആളുകളും സാംസ്കാരിക കേരളത്തിൽ തന്നെ അപമാനം സൃഷ്ടിക്കുന്ന ക്യാമ്പയിനാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. പാർട്ടി സെക്രട്ടറിയെ കമ്മിറ്റി ഒന്നടങ്കം വിമർശിച്ചു. പിണറായി വിജയൻ ശാസിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിട്ടു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. എനിക്കെതിരായ ഒരു പരാമർശവും സഖാവ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വിമർശനേ ഇല്ല. ഒരാളും വിമർശനം ഉന്നയിച്ചിട്ടില്ല. ഈ തെറ്റായ വാർത്തക്കെതിരായ ശക്തിയായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ്. മാതൃഭൂമി, മനോരമ ഈ 2 പത്രങ്ങളും ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സംഘടനാ രംഗത്തെ ദൗർബല്യങ്ങൾ പരിശോധിക്കാനും പാർട്ടി തീരുമാനിച്ചു. സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയുമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുകയെന്ന് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.